സഖാവ് ജി സുധാകരൻ CPIM വിട്ടത് ഒട്ടും ശരിയായ നടപടിയല്ല എന്നാണ് എൻ്റെ പക്ഷം. അദ്ദേഹത്തിന് പാർട്ടി വിടുക അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറുക എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തെ തീരുമാനിക്കാം. എന്നാൽ ദീർഘകാലമായി ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന നേതൃനിരയിൽ നിന്ന ഒരാൾ ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള സുപ്രധാനമായ ഘട്ടത്തിൽ എതിരാളികൾക്ക് ബലം പകരുന്ന തരത്തിലേക്ക് മാറി നിൽക്കാനും ഇടതുപക്ഷ മുന്നണിക്കും CPIM-നും അതിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരായി മത്സരിക്കാനും തീരുമാനിച്ച് രംഗത്തിറങ്ങുന്നു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ധാർമ്മികത അല്ല. ഇത്രനാൾ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് ധാർമ്മികതയെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയുമെല്ലാം ചവിട്ടിമതിക്കുന്നതിന് തുല്യമാണ് എന്ന് തന്നെ അക്കാര്യത്തിൽ പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പിനും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് കേരളത്തിലെ അനേക ലക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ, കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അവരാരും തങ്ങൾ സ്ഥാനാർത്ഥിയാണോ നോക്കിയിട്ടല്ല, തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ സ്ഥാനാർത്ഥികളായി വരുമ്പോൾ അവരെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് രംഗത്തേക്കിറങ്ങി ആ പ്രവർത്തനം നടത്തിയിട്ടാണ് ഓരോരുത്തരെയും അവരെല്ലാം വിജയപഥങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ തരത്തിൽ എതിരാളികളുടെ എല്ലാ തരത്തിലും താഴെ അറ്റം എന്ന് നമ്മൾ പറയുന്ന ഇടങ്ങളിൽ എതിരാളികളുടെ എല്ലാ തരത്തിലുമുള്ള എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടാണ് ഓരോ മേഖലയിലും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ, സഖാക്കൾ വിജയിപ്പിച്ചെടുത്തിട്ടുള്ളത്. അവരെ എല്ലാവരെയും തള്ളിക്കളഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ ഞാൻ ഇതിനെതിരായി നിൽക്കും എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ധാർമ്മികത അല്ല. ഒരിക്കലും അദ്ദേഹം ഇത്തരത്തിൽ CPIM ഉപേക്ഷിച്ച് CPIM-ൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ പാടില്ലാത്തതായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉള്ളത് ചർച്ച ചെയ്യാൻ വലിയ സംവിധാനങ്ങളാണ് വേറെ ഏത് പാർട്ടിയിലുള്ളതിനേക്കാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ വലിയ ഇടമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതെല്ലാം ഞങ്ങളാരും ആർക്കും ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. CPI-യിലായാലും CPM-ലായാലും ഇടതുപക്ഷ പാർട്ടികളിലെല്ലാം ആ സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ വിനിയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളടക്കമുള്ളവർ ഈ പാർട്ടികൾക്കകത്തെല്ലാം നിൽക്കുന്നത്. ഒരു സുപ്രധാനമായൊരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ മത്സരം നിൽക്കുന്നിടത്ത്, ഒരു വലിയ രാഷ്ട്രീയമായ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് ഇടതുപക്ഷം നിൽക്കുന്നിടത്ത്, കേരളം പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ജനാധിപത്യ ഇടത്ത് ഏറ്റവും സുപ്രധാനമായ സമയമാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ വേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് ഇടതുപക്ഷത്തിനെതിരായ ആയുധമായി തീരുക എന്ന് പറയുന്നത് എതിരാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഫാസിസ്റ്റുകൾ അടക്കമുള്ള എതിർ ശക്തികൾക്ക് സഹായം പകരുന്ന തരത്തിലേക്ക്, അവർക്ക് ഗുണകരമാവുന്ന തരത്തിലേക്ക് അങ്ങനെ പോയി നിൽക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കഴിയുകയില്ല. അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.